ഇതൊരു വെജിറ്റേറിയൻ കല്യാണമല്ല. ഇവിടെ ചിക്കനുണ്ട്, മട്ടനുണ്ട്, അതുപോലെ ബീഫുണ്ട്, താറാവുണ്ട്, ചപ്പാത്തിയുണ്ട്, പൊറോട്ടയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനി നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത്. അല്ലാണ്ട് കുറച്ച് അവിയലും സാമ്പാറും ഇളിഞ്ചിയും പുളിഞ്ചിയും കൊണ്ട് പപ്പടം വെച്ച് ഒരു ഊള പായസം തന്നു കഴിഞ്ഞാൽ അത് കല്യാണമല്ല. ആ കല്യാണത്തിന് വരുമ്പോൾ ഒരു വൈബും വരുന്നവർക്ക് ഇല്ല. ഇവിടെ നിങ്ങൾ നോക്ക്, എന്താ വൈബ് എന്ന് നോക്കുക. ആൾക്കാർക്ക് എന്ത് സന്തോഷത്തിലാണെന്നറിയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ 360 ദിവസം ചോറും തിന്നുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ഇഡ്ഡലിയും സാമ്പാറും ഇളിഞ്ചിയും പുളിഞ്ചിയൊക്കെ തിന്നാനായിട്ട് ഈ കല്യാണത്തിന് പോയിട്ട് നമ്മളവിടെ പോയിട്ട് ആകെ ശപിച്ചിട്ടാണ് പോരുക. ഇവരെന്തിനാണ് ഈ കല്യാണം നടത്തണത്? ഇവിടെയുള്ള ഒരു മനുഷ്യന് പോലും ഒരു കാറ്ററിംഗ് കമ്പനിക്കാർ നല്ലൊരു ഫുഡ് ഇന്നവരൊരു സദ്യക്കും വിളമ്പിയതായിട്ട് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെല്ലാം ഈ പച്ചക്കറി സദ്യ എല്ലാം തട്ടിപ്പാണ്. പാവങ്ങളത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി ഒന്നും കിട്ടിയില്ലെങ്കിൽ മോശമായാലും ചോറൊക്കെ ചിലപ്പോൾ അട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വേവ് കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ പല രീതിയിലാണ് ചോറ് കഴിക്കുന്നത്. നമ്മളൊന്നും മിണ്ടില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തെങ്കിലും വാരി തിന്ന് 2 വറ്റ് വാരി തിന്നു. പക്ഷേ ഇവിടെ ചെല്ലുമ്പില്ലേ, വൈബ് കണ്ട എന്താ സന്തോഷം ആൾക്കാരെ മുഖത്ത്. നിങ്ങളൊന്ന് നോക്ക്, ആ ചിക്കനും മട്ടനും അതൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ അതൊക്കെ കടിച്ച് വലിക്കാനുള്ള ഒരു സന്തോഷമില്ലേ. അതൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണം ആകുമ്പോൾ നമുക്കത് വല്ലപ്പോഴേ കിട്ടുള്ളൂ. അവിടെ ചെന്നാൽ പച്ചക്കറി വലിച്ചു വാരി തിന്നു കഴിഞ്ഞാൽ നമുക്കൊരു അവധം ഉണ്ടാവില്ല, ഗ്യാസും കിട്ടും പച്ചക്കറി തിന്നിട്ട്. അപ്പോൾ ഇത് കണ്ട എന്നാ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കല്യാണം നടത്തേണ്ടത്. ഈ കല്യാണത്തിന് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ ഒരു സന്തോഷം കാണുന്നത് കണ്ട. വെള്ളമൊക്കെ വെച്ചുകൊണ്ടുണ്ടോ കുപ്പിയിൽ, ആ വെള്ളമൊക്കെ വേണം ഇത് ഉണക്ക ഗ്ലാസ്സിൽ കൊടുക്കുക പച്ചക്കറിയുടെ അവിടെ.